ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മാത്സ് എക്സാം ആണ്, ആനുവൽ എക്സാം ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മുന്നിൽ ഇതെന്ന് പറയുന്നത് സമഗ്രയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിന്റെ മുന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 6ാമത്തെ ആക്ടിവിറ്റി ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആക്ടിവിറ്റി 6. Some numbers are missing in the lines where the factors of the numbers written. Fill in the missing parts. അപ്പൊ എന്താണ്, കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ മിസ്സായ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ എന്താ, 420 is equal to 7 into 60. 7 into 60 ആണ് 420. ഇനി അടുത്തത് തന്നിട്ടുണ്ട് 7 into 6 into എത്ര ചെയ്താലാണ് നമുക്ക് 420 കിട്ടുക. നോക്കി നോക്കാം. 7 into 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 into 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പൊ ഇത്രയും ഭാഗം 42, പിന്നെ 42 ഈ 420 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ into 10 ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ വരിക, 10 ആണ് വരിക. ഓക്കെ, 10 ആണ്. ഇനി അടുത്തത് എന്താ, 7 into dash into 3 into dash into 5 is equal to 420. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് 7 into 3 നോക്കാം. 7 into 3 എത്രയാണ്? 7 into 3 21 ആണ്. then എന്താ, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പൊ 21 into 5 എത്രയാ? 21 into 5 എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ, ഇനി ഈ 105നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 105നെ നമ്മൾ 420 ആക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 105 into 2 ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ എത്ര കിട്ടണ, 105 into 2 ചെയ്താൽ നമുക്ക് 210 കിട്ടും. ആ 210 നമുക്ക് ഒന്നും കൂടി 2 into ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക നോക്കി നോക്കാം. 210 into 2 ചെയ്താൽ നമുക്ക് 420 കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്, ഒരു 2 വെച്ച് ഇൻഡു ചെയ്തു, പിന്നെ ഒരു 2 വെച്ച് ഇൻഡു ചെയ്തു. അപ്പൊ ഈ മിസ്സിംഗ് പോർഷനിൽ എന്താ വരിക, 7 into 2 into 3 into 2 into 5. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. 105 എന്ന് പറയുന്നത് 5 into 21 ആണ്. 105 എന്ന് പറയുന്നത് 5 into 21. അങ്ങനെയാണെങ്കിൽ 5 into 3 into അതിന്റെ കൂടെ ഏത് കൂട്ടിയാലാണ്, ഏത് ഇൻഡു ചെയ്താലാണ് നമുക്ക് 105 കിട്ടുക. അപ്പൊ 5 into 3 എത്രയാണ്? 15 ആണ്. അപ്പൊ ആ 15ന്റെ കൂടെ നമ്മൾ എന്ത് ഇൻഡു ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ആ 15ന്റെ കൂടെ നമ്മൾ എന്ത് ഇൻഡു ചെയ്താലാണ് നമുക്ക് 105 കിട്ടുക. അപ്പൊ അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 7 വെച്ച് ഇൻഡു ചെയ്താൽ നമുക്ക് 105 കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 420 by 105? 420നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എന്താണ് കിട്ടുക? അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. 105നെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 105നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്താലാണ് 420 കിട്ടുക നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ 105 into ഒരു 3 വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 5 into 3 15, ബാക്കി 1, 3 3 into 0 0, 0 plus 1 1, 300 ആണ് കിട്ടുന്നുള്ളൂ. then നമുക്ക് ഒരു എന്ത് വെച്ച് ചെയ്ത് നോക്കാം, നമുക്ക് ഒരു 4 വെച്ച് ചെയ്ത് നോക്കാം. 105 into 4 420 കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. then 5 into 4 എത്രയാ? 20 കിട്ടും. ബാക്കി 2, 4 into 0 0, 0 plus 2 2, 4 420 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 420/105 നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താണ്, ഇത് നമുക്ക് കോമൺ ആയിട്ട് 5 പോകുന്നുണ്ട്. അപ്പൊ 42 എത്രയാ, 40 8 ബാക്കി 2 കിട്ടും. 20 എത്ര, 20 4 10 2 5 1. ഇനി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്കിത് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 3ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 8 8 3 6 പോകുന്നുണ്ട്, അത് 2 ആണ്. ബാക്കി ഇവിടെ 2 കിട്ടും. then 21 7 പോകുന്നുണ്ട് അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. 420/105 ആണ്. നമുക്ക് സ്പേസ് ഇല്ല, ഇവിടെ ചെയ്ത് നോക്കാം. 420/105. അപ്പൊ ഇത് നമുക്ക് 5 കട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ 42 40 എത്ര, 8 പ്രാവശ്യം പോവും. then ബാക്കി 2 വരും. അപ്പൊ 20 4 ഓക്കെ. അപ്പൊ 4 നമ്മളിട്ട് 84 കിട്ടി. ഇത് 2 ഇത് 1. ഇനി ഇതൊക്കെ നമുക്ക് 3 പോകുന്നതാണ്. അപ്പൊ 3 പോകുന്ന എങ്ങനെ നോക്കുക, 2 + 3 3 ആണ്, 8 + 4 12 ആണ്. അപ്പൊ 2 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് 3 പോകുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോ 8 എത്ര, 6 2 വരുന്നുണ്ട്, ബാക്കി 2 വരും. 24 ഏതിന്റെ കൂടെ, 8 × 3 ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക. അപ്പൊ 8 കിട്ടും, 21 എത്രയില, 7 കിട്ടും. അപ്പൊ ഇനി 28/7 ആണ്. അപ്പൊ ഇത് എത്ര, 7 1 4. അപ്പൊ അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 4 ആൻസർ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റൻ ആണ്. ആക്ടിവിറ്റി 7. The graph below shows the units of electricity used by a household over a 6-month period. അപ്പൊ ഒരു വീട്ടില് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതിന്റെ ഒരു ഗ്രാഫ്, ഒരു 6 മാസത്തിന്റെ കണക്കാണ്. അപ്പൊ amount of electricity കൊടുത്തിട്ടുണ്ട്, മന്ത്സും കൊടുത്തിട്ടുണ്ട്. then നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Find the answers based on the graph. മേലത്തെ ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കണം. In which month was the maximum electricity used? അപ്പൊ ഈ തന്നിരിക്കുന്നതില് മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ള മന്ത് ഏതാണ്? അപ്പൊ amount of electricity ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 50 100 150. അപ്പൊ ഇതിൽ എന്താണ്, ഇത് മാസങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മാസങ്ങളിൽ ഏറ്റവും വലുത് വരുന്നത്, amount of electricity ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്, ഇവിടെയാണ് അല്ലെ. അപ്പൊ അത് ഏതാണ് മാസം, അത് ഏപ്രിൽ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും, in which month was the maximum electricity used എന്ന് പറഞ്ഞാൽ ഏതാണ് മാസം, ഏപ്രിൽ ആണ്. in which month was it the minimum? അങ്ങനെയാണെങ്കിൽ മിനിമം ഏത് മാസത്തിലായിരിക്കും, ഏറ്റവും കുറവ് ഇതാണ്. അപ്പൊ മിനിമം ഏത് മാസമാണ്, ജൂൺ മാസാണ്. അപ്പൊ നമ്മളിവിടെ ജൂൺ എന്ന് എഴുതി കൊടുത്തു. In which month did the same amount of electricity get used? അപ്പൊ ഏത് മാസാണ് സെയിം amount of electricity യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇവിടെ സെയിം എന്ന് പറയുന്നത് ഇതും ആണ്. അപ്പൊ ഇതിന്റെ മാസം ഏതാണ്, മാർച്ചും മെയ്യും. അപ്പൊ മാർച്ചിലും മെയ്യിലും ആണ് എന്ത്, സെയിം amount of electricity യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ, what was the amount of electricity used in February? ഫെബ്രുവരിയില് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ അളവ് എത്രയാണ്? ഇലക്ട്രിസിറ്റി എത്രയാണ്, ഫെബ്രുവരിയില് 150 ആണ്. 150 നമ്മൾ ഇലക്ട്രിസിറ്റിനെ പൊതുവെ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യുക, യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം 150 യൂണിറ്റ്. What was the difference in the amount of electricity used in January and June? ജാനുവരിയിലും ജൂണിലും യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡിഫറൻസ്. ജാനുവരിയിൽ 100 ആണ്,
then ജൂണിലാണെങ്കിലോ 50 ആണ്. അപ്പൊ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 100 - 50 50 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് കൂട്ടുകാരെ? 50. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ സമഗ്രയുടെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.